അസ്സലാമു അലൈക്കും. ഇനി ദിക്റെ കൽബിന്റെ വിഷയത്തിൽ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്ന ആയത്തുകൾ, ഖുർആനിൽ വന്ന ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. എല്ലാം അതിനെക്കുറിച്ച് തന്നെയാണ്, എങ്കിലും ഉദാഹരണത്തിന് അതിലുണ്ട് എന്നത് നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ട് ചില ആയത്തുകൾ ഞാൻ പറയാം. ഒന്ന്, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആരാണോ ശറഹ സദ്ർ ചെയ്തത് ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടിയിട്ട്, ഫഹുവ അവൻ, അലാ നൂരിൻ മിർ റബ്ബി, അള്ളാഹുവിൻ്റെ റബ്ബിൻ്റെ നൂറിൽ നിന്നാണ് അവന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ഇപ്പം ശറഹ സദ്ർ എന്നാണ് ഇതിന് പറയുന്ന പേര്. ഈ കൽബിലേക്ക് ദിക്ർ കയറുന്നതിന് പറയുന്ന പേര് ശറഹ സദ്ർ എന്നാണ്. അതിന് കാരണം ഈ ആത്മാക്കൾ മുഴുവൻ ഇരിക്കുന്നത് ഈ കൽബിൻ്റെ ഉള്ളിലാണ്. കൽബിൻ്റെ ലോക്ക് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആത്മാക്കൾ നെഞ്ചിൻ്റെ അതാത് സ്ഥലങ്ങളിലേക്ക് എത്തണം. ആ വിശാലത ചെയ്യുന്നതിനാണ് ശറഹ സദ്ർ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ലിൽ ഇസ്ലാം, ഇസ്ലാമിന് വേണ്ടിയിട്ട്. ഇസ്ലാമിന് വേണ്ടി ആദ്യം ചെയ്യേണ്ട പരിപാടി ഇതാണ്. അതല്ലാതെ ഇസ്ലാം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തിട്ടില്ല, പിന്നെ പഠിക്കുന്ന ഇസ്ലാമല്ല, അനിസ്ലാമികമായ കാര്യങ്ങളിലൂടെ കാര്യം പിന്നെ പോകുന്നത്. ഇസ്ലാം പഠിക്കണമെങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം ശറഹ സദ്റാണ്. ഇപ്പൊ ശറഹല്ലാഹു സദ്റഹു എന്നാണ്, അല്ലാഹു തആല ശറഹ് ചെയ്യണം. സദ്റഹു അവന്റെ നെഞ്ചിനെ, അവന്റെ ഹൃദയത്തിനെ, കൽബിനെ ഈ ശറഹ സദ്ർ ചെയ്യണം. അതിന് പറയുന്ന പേര് ശറഹ സദ്ർ എന്ന് തന്നെയാണ്. അങ്ങനെയുള്ളവർക്ക് നൂറ് കിട്ടിക്കൊണ്ടും. എന്താണ് നൂറ്? അള്ളാഹു എന്നുള്ള നാമത്തിന്റെ നൂറ് ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അതവനെ ഗൈഡ് ചെയ്യും, അവന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകും പതുക്കെ. കാരണം അള്ളാഹുവിന്റെ നാമത്തിന്റെ കുദറത്താണത്, കറാമത്താണത്. എന്നിട്ട് പറയുന്ന വിഷയം എന്താണ്? ഫവൈലുൻ ലിൽ ഖാസിയത്തി ഖുലൂബുഹും മിൻ ദിക്രില്ലാഹ് ഉലൈക ഫീ ളലാലിൻ മുബീൻ എന്നുള്ളത്. പിന്നെ പറയുന്നത് അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് ഹൃദയം, കൽബ് കടുത്ത് പോയവർക്കാണ് നാശം. കാരണം ചില കൽബിലേക്ക് ദിക്ർ കയറൂല. അവനെ ഈ ദിക്ർ കൊടുത്താലും, ഒരു കാമിലായ ശേഖ തന്നെ ഈ ദിക്ർ കൊടുത്താലും ആ ദിക്ർ അവന്റെ ഹൃദയത്തിൽ കയറൂല. കാരണം അസൽ പട്ടികയിൽ അവന്റെ വിധിയിൽ അവൻ എന്താണ്? മൂമിനല്ല. അവൻ മൂമിനല്ലാത്തതിന്റെ പേരിൽ പരിശ്രമിച്ചിട്ടും കാര്യമില്ല. അത്തരം ആളുകൾ എന്ത് ചെയ്യും? ഇത് പരീക്ഷിക്കുന്ന സമയത്ത് അവരുടെ ഹൃദയത്തിലേക്ക് ഇത് കയറാത്ത കാരണം കൊണ്ട് ഇതാ വിശ്വസിക്കും, ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാർഗത്തെ കുറ്റം പറയും, ഷെയ്ഖനെ കുറ്റം പറയും, തസുഫ് മൊത്തം കുറ്റം പറയും. അങ്ങനെ എന്തായിത്തീരും? അവൻ വഴികേടിലും അതേപോലെ ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലേക്ക് ചെന്ന് ചേരും. ഇത് നിങ്ങൾക്ക് ഖുർആനിൽ നോക്കാം. സൂറത്ത് സുമറിൽ 22-ാമത്തെ ആയത്താണിത്. അത് നിങ്ങൾ വ്യക്തമായിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെ ഒന്ന് വായിച്ചു നോക്കും. സ്വന്തമായിട്ട് തഫ്സീർ നോക്കാതെ തർജ്ജമ നോക്കാൻ സഹായം തേടാം. പക്ഷെ അതിൻ്റെ വാക്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുക. ഷറഹ എന്നുള്ള വാക്യത്തിലുണ്ട്, സദ്ർ എന്നുള്ള വാക്യമുണ്ട്, നൂറ് എന്നുള്ള വാക്യമുണ്ട്, ഖുലൂബും കൽബുകൾ എന്നുള്ള വാക്യമുണ്ട്, ദിക്റുകൾ എന്നുള്ള വാക്യമുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ ഈ പറയുന്ന വിഷയങ്ങൾ. അതേപോലെ സൂറത്ത് ശുഅറ എന്നുള്ള സൂറത്തിലെ 88-ാമത്തെ 89-ാമത്തെ ആയത്തൊക്കെ ആയിട്ട് വരുന്ന ഒരായത്തുണ്ട്. അതിൻ്റെ അവസാന ഭാഗം യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹു ബിഖൽബിൻ സലീം എന്ന് പറയുന്നുണ്ട്. സുരക്ഷിതമായ ഹൃദയം കൊണ്ടുവന്നവരൊഴികെ അതും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഒരു ദിവസമുണ്ട്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സന്താനങ്ങളോ സമ്പത്തോ ഉപകരിക്കപ്പെടാത്ത ദിവസം. ആർക്കൊഴികെ? കൽബുൽ സലീം കൊണ്ടുവന്നവർക്കൊഴികെ. ഇപ്പം കൽബുൽ സലീം എന്താ എന്നുള്ളത് നമ്മൾ സുരക്ഷിതമായ ഹൃദയം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ തടി തപ്പിയാണ്. അതിൻ്റെ അർത്ഥം ആരിഫ്യങ്ങൾക്കിടയിൽ ഇതാണ്. കൽബിലേക്ക് അള്ളാഹു എന്നുള്ള നാമം കയറിയ ഹൃദയങ്ങളാണ് കൽബുൽ സലീം. ആ അവസ്ഥയിൽ എത്തിയ ആ സ്റ്റേജിനെ പറയുന്ന പേരാണ്. അതും ഇതിലേക്കുള്ള സൂചനയാണ്. അവിടെ എന്തുപകരിക്കൂല? സന്താനങ്ങൾ ഉപകരിക്കൂല, സ്വത്ത് ഉപകരിക്കൂല. ഉപകരിക്കുന്നത് കൽബുൽ സലീം മാത്രമാണ്. ആദ്യമേ അള്ളാഹു ചോദിക്കുന്ന ചോദ്യം ഇതിനെക്കുറിച്ചാണ്, കൽബുൽ സലീം ഉണ്ടോ എന്നുള്ളത്. കൽബുൽ സലീം ഉണ്ടെങ്കിൽ മാത്രമേ നിസ്കാരത്തെക്കുറിച്ച് ചോദിക്കുള്ളൂ. കൽബുൽ സലീം ഇല്ലാത്തവരോട് നിസ്കാരത്തെ ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം നിസ്കാരം അവിടെ എത്തൂല. അതേപോലെ ഹദീസിലാണെങ്കിൽ ഒരു ഹദീസ് വരുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലാ സ്വലാത്ത ഇല്ലാ ബിഹൂരിൽ കൽബ്, കൽബിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത നിസ്കാരമല്ല, നിസ്കാരം ഇല്ല എന്നുള്ളത്. ഇവിടെ റസൂലുള്ളാഹി പറയാൻ കാരണം വെറുതെ പേടിപ്പിക്കാൻ പറയുന്നല്ല, അതിൻ്റെ ഹക്ക് അതാണ്. കൽബിൻ്റെ ഹുദൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാന്നിധ്യം എന്ന് പറഞ്ഞാൽ തെറ്റായി പോയി. മനസ്സിൻ്റെ സാന്നിധ്യമല്ല, കൽബിൻ്റെ സാന്നിധ്യമാണ്. ഇപ്പം കൽബും തലച്ചോറും അല്ലെങ്കിൽ കൽബും നമ്മുടെ തലയും തമ്മിലുള്ള ബന്ധം എന്താണ്, വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നെ ഇൻഷാ അല്ലാഹ് പറയാം. നമ്മൾ മനസ്സിലാക്കി വെച്ച കൽബ് ബ്രെയിനാണ്. കാരണം കൽബ് സാധാരണ മെഡിക്കൽ ഫീൽഡിലൂടെ നോക്കുന്ന സമയത്ത് ചിന്തിക്കാനോ അല്ലെങ്കിൽ ജസ്റ്റ്
വേർതിരിച്ചറിയാനോ പറ്റുന്നൊരു കാര്യം, ഒരു അവയവമല്ല. അത് ഹൃദയം പമ്പ് ചെയ്ത അവയവമായിട്ട് മനസ്സിലാക്കി വെച്ചത്. ഹക്കീക്കത്ത് എന്താണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഹാദിനുള്ളിലുള്ള ഒരു ആത്മീയമായ ഹൃദയമാണ്. അത് ജനിച്ചിട്ടില്ല അല്ലെങ്കിൽ ഹയാത്തായിട്ടില്ല എങ്കിൽ ഉപകാരമൊന്നുമില്ല. ഹയാത്തായി കഴിഞ്ഞാൽ അതിനോട് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. അത് നമുക്ക് വഴിയെ പറയാൻ ഇൻഷാ അല്ലാഹ്. ഇതേ വിഷയത്തെക്കുറിച്ചിട്ട് തന്നെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ആയത്ത് സൂറത്തുൽ ഫുജറാത്തിൽ നമ്മൾ പറയലുണ്ട്, കാലത്തിൽ അഅറാബു ആമന്ന കുല്ലം തുഗ്മിനു വലാകിൻ ഖൂലു അസ്ലംന വലമ്മ അദ്ഖുൽ ഈമാനു ഫീ ഖുലൂബിക്കും എന്ന് തുടങ്ങുന്ന ആയത്ത്. അറാബികൾ പറയുന്നുണ്ട് ഞങ്ങൾ മോമിനിയങ്ങളായിരിക്കുന്നു എന്നുള്ളത്. എന്നാൽ അവരോട് പറയണം നിങ്ങൾ മോമിനിയങ്ങളായിട്ടില്ല എന്നുള്ളത്. എന്താ പറയണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയാൻ വേണ്ടിയിട്ട്. വലാകിൻ പകരം പറയാം ഖൂലു അസ്ലംന ഞങ്ങൾ മുസ്ലിങ്ങളായിരിക്കുന്നു എന്നുള്ളത്. അപ്പം മുസ്ലിങ്ങളായിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റില്ല, പക്ഷെ മോമിനിയങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണത് എന്നാണ് അള്ളാഹ് പഠിപ്പിക്കുന്നത്. ആ പഠിപ്പിച്ച വിഷയം ഖുർആൻ വരണം എന്നുണ്ടെങ്കിൽ നമ്മളും കൂടി മനസ്സിലാക്കാനാണ് ഇത് അവിടെ കൊടുത്തിട്ടുള്ളത്. വലമ്മ യദ്ഖുൽ ഈമാന ഫീ ഖുലൂബിക്കും, കാരണം എന്താണ്? മുസ്ലിങ്ങളാണ് മോമിനിയങ്ങളല്ലാതിരിക്കാൻ കാരണം എന്താണ്? അവരെ ഖുലൂബിലേക്ക്, അവരുടെ ഹൃദയങ്ങളിലേക്ക് ഈമാൻ പ്രവേശിച്ചിട്ടില്ല. അപ്പോൾ ഈ അള്ളാഹു എന്നുള്ള ലഫ്ദ് പ്രവേശിച്ചിട്ടില്ല, അതിൻ്റെ പേരിലാണ് അവർ മോമിനാകാത്തത്. എന്നാൽ ബുദ്ധിയിലേക്ക് റസൂലുള്ള സത്യമാണ്, അള്ളാഹു ഉണ്ട് എന്നൊക്കെ അവർക്ക് അറിയാം. പക്ഷെ ഉള്ളിലേക്ക് അള്ളാഹ് എന്നുള്ള ദിക്ർ പ്രവേശിക്കാത്ത കാരണമാണ് അവരെന്തായത്? മുസ്ലിങ്ങളായത്, മോമിനിയങ്ങളാവാതിരുന്നത്. അതേപോലെ അള്ളാഹു തആല സൂറത്ത് റഅദിൽ പറയുന്ന ഒരു ആയത്ത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയുന്നത്. അവിടെ ഖുലൂബ് ദിക്ർ അള്ളാഹ് എന്നൊക്കെ പറയുമ്പോൾ ഇതിനെക്കുറിച്ചാണ് മനസ്സിലാക്കും. കൽബ് ശുദ്ധിയാക്കാത്ത, കൽബ് ഹയാത്താക്കാത്ത ഓരോരുത്തരോടുള്ള ആഹ്വാനാണ് അള്ളാഹ്. കൽബിൻ്റെ മുത്മഇന്നത്ത്, കൽബിൻ്റെ ശാന്തി, സമാധാനം അള്ളാഹുവിൻ്റെ ദിക്റിനെ കൊണ്ടാണ്. യഥാർത്ഥ ശാന്തി സമാധാനം അള്ളാഹുവിൻ്റെ ദിക്റിനെ കൊണ്ട്. അള്ളാഹ് എന്നുള്ള ദിക്ർ കൽബിലേക്ക് പ്രവേശിക്കുമ്പോഴേ വരുള്ളൂ. എന്നാൽ ആ സമാധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തല്ല, മാനസികമായ സമാധാനമല്ല, കൽബിൻ്റെ സമാധാനമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ തിരിച്ചാണ്. നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നത്, ടെൻഷൻ ഇല്ലാതിരിക്കുന്നത് കൽബിൻ്റെ അവസ്ഥ കൊണ്ടാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആവണമെന്നില്ല. ഒരുപക്ഷെ ഒരാൾക്ക് ടെൻഷൻ ഉണ്ടാവാം, പ്രയാസങ്ങളുണ്ടാവാം, പക്ഷെ എന്തെയ്യില്ല, കൽബിലെ മുത്മയിന്നിൻ്റെ കുറവുണ്ടാവില്ല, ശാന്തിയുടെ കുറവുണ്ടാവില്ല. അതൊക്കെ വേർതിരിച്ചറിയാൻ വേണ്ടി കൽബിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. ടെൻഷൻ മറ്റൊന്നാണ്. കൽബ് ഹയാത്തായി കഴിഞ്ഞാൽ പിന്നെ കൽബ് എന്തായി? ഫ്രീ ആയി. പിന്നെ കൽബിൽ ടെൻഷൻ വരാൻ പാടില്ലല്ലോ. പിന്നെയും ടെൻഷനെ കൊണ്ട് അള്ളാഹു തആല പരീക്ഷിക്കുന്നുണ്ടല്ലോ ആളുകളെ. ആ ടെൻഷന്റെ ബന്ധം എന്തിനോടാണ്? ബ്രെയിനോടാണ്, കൽബിനോടല്ല. നിസ്കാരത്തിലും പറഞ്ഞ പോലെ കൽബാണ് ഫുദറാവേണ്ടത്, സാന്നിധ്യം വരേണ്ടത്, ബ്രെയിനല്ല. ഒരുപക്ഷെ ചിന്ത അവിടേക്കും ഇവിടേക്കും മാറിപ്പോയാലും കൽബ് എന്തിലായിരിക്കും? അള്ളാഹുൽ തന്നെ ആയിരിക്കും. ആ സമയം നിസ്കാരം ബാത്തിലാവുന്നില്ല, നിസ്കാരം അള്ളാഹുലേക്ക് എത്തുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കി വെച്ചത് ചിന്ത അതിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് കൽബ് സാന്നിധ്യം അല്ലെങ്കിൽ ഹൃദയ സാന്നിധ്യം എന്ന് പറയുന്നത്. അങ്ങനെയല്ല ഹഖീഖത്ത്. കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അതും ആവശ്യമാണ്. ബ്രെയിനിൽ ചിന്തയും ഒരുമിച്ച് തന്നെ ആക്കൽ ആവശ്യമാണ്, അത് വേറെ വിഷയം. എങ്കിലും അതിൻ്റെ നിർബന്ധമാദ്യത കൽബിനെ കൊണ്ടുവരലാണ്. കൽബിനെ കൊണ്ടുവരാൻ തന്നെ മനസ്സാന്നിധ്യം കൊണ്ടുവരലല്ല. കൽബിനെ ഹയാത്താക്കിക്കൊണ്ട് കൽബ് എന്ന ആത്മീയമായ ഹൃദയത്തെ ഇതിലേക്ക് ഉൾപ്പെടുത്തലാണ്. കാരണം അതാണ് അള്ളാഹുലേക്ക് പോകുന്ന മഖ്ലൂഖ്, നമ്മളല്ല. അതേപോലെ സൂറത്ത് തആബുനിൽ പറയുന്നുണ്ട് 11-ാമത്തെ ആയത്തിൽ മാ അസാബ മിൻ മുസീബത്തും ഇല്ലാ ബിഇദ്നില്ലാഹ്. അതിനുശേഷം പറയുന്ന ആ ഒരു വാക്യം വമൻ യുമിൻ ബില്ലാഹി യഹ്ദി ഖൽബഹു. ആരാണ് വിശ്വസിക്കുന്നവര് അവർക്ക് അള്ളാഹു കൽബിന് ഹിദായത്ത് കൊടുക്കുന്ന പറയുന്നത്. അപ്പൊ കൽബിന് ഹിദായത്ത് കിട്ടലാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈമാനോടുള്ള ബന്ധം. ഈമാനും കൽബും തമ്മിലാണ് ബന്ധമുള്ളത്. ഇത് കൽബിലുള്ള ഒരു വിശ്വാസം എന്നല്ല, നമ്മൾ ഈ ഒരു അർത്ഥം കൊടുത്താലേ അത് ശരിയാവുന്നുള്ളൂ. അള്ളാഹു എന്നുള്ള നാമം കൽബിലേക്ക് കയറല്. ഇപ്പൊ കൽബിന് ഹിദായത്ത് കിട്ടേണ്ടത് ചിന്തക്കോ ബുദ്ധിക്കോ ഒന്നുമല്ല. കൽബ് മറ്റൊരു വിഷയം തന്നെയാണ് എന്ന് മനസ്സിലാക്കണം. അത് നമുക്ക് പിന്നെ ഇൻഷാ അല്ലാഹ് ഇനി പറയുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ സൂറത്തുൽ ഹദീദ് ഉണ്ട്, അതിൽ പറയുന്നുണ്ട് അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് ലിദിക്രില്ലാഹി വമാ നസ്സല മിനൽ ഹഖി വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫതഅല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും കസീറും മിൻഹും ഫാസിഖൂൻ. അതിൽ പറയുന്നത് വിശ്വാസികൾക്ക് അഥവാ മോമിനീങ്ങൾക്ക് അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനെ പറ്റിയുള്ള ദിക്റിലേക്ക് അവതരിച്ച് കിട്ടിയ സത്യത്തിലേക്കും കീഴൊതുങ്ങാൻ സമയമായില്ലോ എന്നാ ചോദിക്കുന്നത്. അവിടെയും നമ്മൾ അങ്ങനെ അർത്ഥം വെക്കുന്ന സമയത്ത് അറബിയിലുള്ള വീട് അറബിയിൽ തന്നെ പറയാം.
വിശ്വാസികൾ താൻ തഹഷ കുലൂബുലിരിക്കുക അള്ളാഹുവിന്റെ ദിക്ർ കൽബിലേക്ക് കയറാൻ സമയമായില്ലയോ എന്നാ ചോദിക്കുന്നത് വിശ്വസിക്കേണ്ടവർക്ക്. ഇതിന്റെ ബാക്കി ഭാഗം നിങ്ങൾ ഖുർആൻ എടുത്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. വേദക്കാർക്ക് നാശം സംഭവിക്കാൻ കാരണം എന്താണ്? അവരെ കൽബുകൾ അതിനെ തൊടുത്ത് കടുത്തു പോയതാണ്. ദിക്ർ കയറിയില്ല, അങ്ങനെ സമയം ദീർഘിച്ചു പോയി. അതിന്റെ പേരിലാണ് അവരെന്തായി പോയത്? ദുർമാർഗികളായത്. കാരണം അതിന് തൊട്ടടുത്തുള്ള ആയത്തിൽ പറയുന്ന കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കൂടി വ്യക്തമാവും. അഅലമു അന്നല്ലാഹു യുഹീൽ അർള ബഅദ മൗതിഹ. എന്നാൽ മരണത്തിന് ശേഷം പിന്നീട് അല്ലാഹു തആല ജീവൻ കൊടുക്കുന്ന, ജീവിപ്പിക്കുന്നവൻ തന്നെയാണ് എന്നർത്ഥം. മരണത്തിന് ശേഷം ജീവിപ്പിക്കുന്നതിനാൽ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽബ് മരണപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ ദിക്റിനെ കയറ്റിക്കൊണ്ട് സജീവമാക്കുന്നവൻ തന്നെയാണ് അള്ളാഹു എന്നർത്ഥം.